ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓപ്പോ A73 5G ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതൊരു 8GB 128GB വേർഷനാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങൾക്കും കിടക്കാം. ഓപ്പോൻ്റെ A73 തന്നെ 5G അല്ലാത്ത മറ്റൊരു വേർഷനും കൂടി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് A73ൻ്റെ 5G വേർഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറഞ്ഞ വിലയ്ക്ക് മാക്സിമം ഫീച്ചേഴ്സ് എത്തിക്കുന്ന കാര്യത്തിൽ ഓപ്പോ എന്നും ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. 4Gയുടെ കാലം കഴിഞ്ഞു, ഇനി 5Gയുടെ കാലമാണ്. ഇതാ ഓപ്പോയിൽ നിന്നും ഒരു മിഡ് റേഞ്ച് പ്രൈസിന് ഒരു 5G ഫോൺ. മിഡ് റേഞ്ച് പ്രൈസാണെന്ന് കരുതി ഒന്നിലും ഓപ്പോ ഒരു കുറവും വരുത്തിയിട്ടില്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം തന്നെ പാക്കേജിൻ്റെ ഒപ്പമുണ്ട്. സിം എജക്ടർ ടൂള്, പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാക്ക് കേസ്, അങ്ങനെ ഒരു ഫോണിന് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം തന്നെ അവർ ഈ പാക്കേജിൻ്റെ ഒപ്പം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്. അടിപൊളി സാധനമാണല്ലോ. അപ്പോൾ നോക്കാതെ അവിടെ ഇരിക്കട്ടെ. നമുക്കിതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എല്ലാം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഓപ്പോ A73 5G ആണ്. 90 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ആണ്. 8GB RAM 128GB ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം നമുക്കൊരു ചാർജിങ്, ഇതിൻ്റെ ചാർജർ ഒരു ടൈപ്പ് സി ചാർജറാണ്. ടൈപ്പ് സി ആണ്. അപ്പോൾ കുഴപ്പമില്ല. അതിപ്പോൾ എല്ലാ ഫോണുകൾക്കും 5G ടൈപ്പ് സി തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു 18 വാട്ടിൻ്റെ ചാർജറാണ്. അപ്പോൾ 4000 mAh ബാറ്ററിയാണ്. 18 വാട്ടിൻ്റെ ചാർജർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫാസ്റ്റായിട്ടന്നെ ചാർജ് ആവും. ഒപ്പം ഒരു ഹെഡ്സെറ്റ് ഇട്ടുണ്ട്, വളരെ വലിയ കാര്യം. ഒരുപാട് വില കൂടിയ ഫോണിന് പോലും ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമുക്കൊരു അടിപൊളി ഹെഡ്സെറ്റ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്, നല്ലൊരു ഹെഡ്സെറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാ പറഞ്ഞത്, അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും സാധനങ്ങളും ഇവർ ഇതിൻ്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്. ഇത് പ്രധാനമായി 2 കളറിലാണ് വരുന്നത്. ഒന്ന് നിയോണാണ് ഇപ്പോൾ ഇത്, പിന്നെ വേറൊന്ന് ബ്ലാക്കാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫാൻസി ആയിട്ടുള്ള ഗ്ലോസി ഫിനിഷിംഗ് ആണ് ഇതിന്. നല്ല പ്രീമിയം ലുക്ക് തന്നെ ഉണ്ട് കേട്ടോ ഫോണ്. മിഡ് റേഞ്ച് ഫോണാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അടിപൊളി പ്രീമിയം ഫിനിഷിംഗ് ആണ്. സൈഡൊക്കെ നല്ല സൂപ്പർ ഫിനിഷാണ്. ഇത് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് പ്ലസ് ഇതിൻ്റെ പവർ ബട്ടണും ഇവിടെ തന്നെയാണ്. സത്യം പറയാലോ, മുഖസ്ഥിതി പറയാതെ വിചാരിക്കരുത്, ഈ സാധനം കയ്യിൽ നിന്ന് വെക്കാൻ തോന്നുന്നില്ല. എന്താണ് അതിൻ്റെ ഒരു ഗ്ലോസി, സൂപ്പർ ലുക്കാണ്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്, സംശയമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. അതിന് തന്നെ ഫോണൊന്ന് ഓണാക്കി ഇതിൻ്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. 6.5 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 90 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. 90 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫോണിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ടച്ചിങ് എക്സ്പീരിയൻസ് ആണ്. 90 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇത്തിരി ബാറ്ററി കൺസംഷൻ കൂട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ കമ്പനി നമുക്ക് റിഫ്രഷ് റേറ്റ് ഓട്ടോയിൽ ഇടാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് പ്ലസ് അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ഇത് രണ്ടും കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് 10 ഈ ഫോണിൽ പ്രവർത്തിക്കുന്നത്. മാലിൻ്റെ ചിപ്സെറ്റാണ്. അതുപോലെ തന്നെ ഇതിന് 8GB RAM 128GB വേർഷനാണ്. ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സ്ലോ മോഷൻ വീഡിയോ ഞാൻ നടന്നിട്ടാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഇമേജ് സ്റ്റെബിലേഷൻ എത്രത്തോളം അക്യുറസിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇടുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. 1080 പിക്സലിൽ നമുക്ക് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഇതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല അടിപൊളി പെർഫോമൻസ് തന്നെയാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്കിതിൻ്റെ സൂമിംഗ് ടെസ്റ്റാണ്. ഈ ഫോണിൽ നമുക്ക് 10x വരെ നമുക്ക് ഹൈബ്രിഡായിട്ട് സൂം ചെയ്യാം. ഈ 10x വരെ സൂം ചെയ്തിട്ടുള്ള എൻഡിൽ നമുക്ക് കിട്ടുന്ന പിക്ചർ അത്രയ്ക്ക് ക്ലാരിറ്റി ഒന്നും ഇല്ലെങ്കിലും ഈ ഫോണിൻ്റെ ഒരു പ്രൈസ് വെച്ചിട്ട് അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫോണിനെ കുറിച്ചുള്ള റിവ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.